ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അതും വെറും കേക്കല്ല, ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ 3 പ്രാവശ്യം അരിച്ച് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുക്കാം, അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു വിസ്കി യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണ വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ട് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് അലിയണം കേട്ടോ പഞ്ചസാര. അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ബാച്ചായിട്ട് വേണം ഇടാനായിട്ട്. ഫ്ലോറ് ആദ്യം കുറച്ചിടുക, എന്നിട്ട് മിക്സ് ചെയ്യുക, വീണ്ടും കുറച്ചിടുക, അങ്ങനെ മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലൊരു കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. 5 ടീസ്പൂൺ. ഇനി പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും, ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ കുത്തി ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബാറ്റർ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിളൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇനി മുകളിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് എടുത്തിട്ടുള്ളത് 35 മിനിറ്റ് ആണ്. അങ്ങനെ നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് ബേക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നടുക്കുന്ന ചിരണ്ടെത്തുന്നത് എലിയല്ല കേട്ടോ ഗൈസ്, ഞാനാണ്. അത്ര കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. എനിക്കെന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നത്തെ വീഡിയോ ഇത്ര ഉള്ളപ്പോൾ എല്ലാവർക്കും ബൈ.